ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ അപ്ഡേറ്റ്സിൽ നമ്മൾ നോക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ നെഗോസിയേഷൻസ് അപ്ഡേറ്റ്സ് ആണ്. അപ്പം അതിൽ ഇന്ത്യയുടെ ടീം നെഗോസിയേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ അമേരിക്കയിൽ നിന്നും പല രീതിയിലുള്ള പ്രൊവോക്കേറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ പലരും പീറ്റർ നവേരോ, അതേപോലെ ഹാവേർഡ് ലുട്നിക്, സ്കോട്ട് ബെസന്റ്, ഇതേപോലത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ട്രംപ് ഇപ്പോൾ തൽക്കാലം ഒന്നും പറയുന്നില്ല, നെഗോസിയേഷൻസ് മുന്നോട്ട് പോവാണ്. പക്ഷേ ഈ നെഗോസിയേഷൻ നടത്തുന്ന ആൾക്കാർ തന്നെയാണ് ഈ ഹാവേർഡ് ലുട്നിക്കും സ്കോട്ട് ബെസന്റും ഇതിനകത്ത് പ്രധാനപ്പെട്ട വ്യക്തികളാണ്. ഒരാൾ ട്രഷറിയുടെ സെക്രട്ടറിയാണ്, മറ്റൊരാൾ കമേഴ്ഷ്യൽ സെക്രട്ടറിയാണ്. രണ്ടുപേരും ആ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരാണ്. അപ്പൊ എപ്പോഴും ഈ ഹൈ പ്രഷർ പോളിസി എന്നൊക്കെ ട്രംപ് എപ്പോഴും വീമ്പിളക്കാറുണ്ട്. അത് അവർക്കാണ് ഏതോ ഡിപ്ലോമസി നടപ്പിലാക്കാൻ കഴിയുന്നത് പോലെയുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റുകളാണ് എപ്പോഴും അവർ പറയുന്നത്. അമേരിക്ക എപ്പോഴും വിചാരിക്കുന്നത് അമേരിക്കയ്ക്ക് മാത്രമേ ഒരു ഡോമിനേഷൻ പവർ ഉള്ളൂ, അവർക്കാണ് ഈ നെഗോസിയേഷൻസിലെല്ലാം അപ്പർ ഹാൻഡ് കിട്ടേണ്ടത്. ഈ രീതിയിൽ ശാഠ്യം പിടിക്കുന്ന ആൾക്കാരാണ് അമേരിക്കൻസ്. അത് പണ്ട് തൊട്ടേ അങ്ങനെ തന്നെയാണ്. ഇന്ത്യ പല സ്ഥലങ്ങളിൽ നിന്നും ക്രൂഡ് ഓയിൽ പർച്ചേസ് ചെയ്യാറുണ്ട്, അമേരിക്കയിൽ നിന്നും പർച്ചേസ് ചെയ്യാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ അമേരിക്കയിൽ നിന്നുള്ള പർച്ചേസ് നമുക്ക് അത്ര ലാഭകരമല്ല. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മളുടെ ഓയിൽ ഡിമാൻഡ് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ള പക്ഷത്തിൽ നമ്മൾ അമേരിക്കയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇപ്പൊ ധാരാളം ഓയിൽ അവൈലബിൾ ആണ് ഇന്ത്യയെ ചുറ്റിപ്പറ്റി കിടക്കുന്ന ഇന്ത്യയുടെ സറൗണ്ടിങ്ങിൽ നിന്നും. ഫോർ എക്സാമ്പിൾ നൈജീരിയയിൽ നിന്ന് നമുക്ക് ഓയിൽ എടുക്കാം, അതുപോലെ തന്നെ ഇറാനിൽ നിന്ന് ഓയിൽ മേടിക്കാം, ഇറാഖ് ത്രൂ ഓയിൽ മേടിക്കുന്നുണ്ട്, അതേപോലെ മിഡിൽ ഈസ്റ്റ് ഏരിയയിൽ നിന്ന് നമ്മൾ ഓയിൽ ഇറക്കുന്നുണ്ട്, റഷ്യയിൽ നിന്ന് നമ്മൾ ഓയിൽ ഇറക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഓയിൽ ഇനഫ് ക്വാണ്ടിറ്റി നമുക്കുണ്ട്. അതിന് പുറമെയാണ് നമ്മൾ ഈ റഷ്യൻ ഓയിൽ മേടിച്ച് റിഫൈൻ ചെയ്ത് നമ്മൾ റിഫൈൻഡ് ഓയിൽ നമ്മളൊരു ബിസിനസ് കമേഴ്ഷ്യൽ മാർക്കറ്റിൽ എത്തിക്കുന്നത്. അതും നമുക്ക് നമ്മുടെ രാജ്യത്തിന് പ്രോഫിറ്റ് ഉണ്ടാകാൻ വേണ്ടി തന്നെയാണ്. അപ്പൊ ഇതെല്ലാം നിലവിലിരിക്കെ നമ്മൾ എന്തുകൊണ്ടാണ് അമേരിക്കയിൽ നിന്നും ഓയിൽ മേടിക്കുന്നത്? അമേരിക്കയ്ക്ക് നമുക്കും തമ്മിൽ ഈ ഇടപ്പെട്ട കാലത്ത് ഉരുത്തിരിഞ്ഞു വന്ന ഒരു റിലേഷൻഷിപ്പ്, ആ റിലേഷൻഷിപ്പിനെ കുറച്ച് മാനിച്ചുകൊണ്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സാധനം അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്നുണ്ട്. നമുക്കും അമേരിക്കയും തമ്മിൽ ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അത് ഡൈവേർട്ടായി പോട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ ക്രൂഡ് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നത്. പക്ഷെ അമേരിക്കയ്ക്ക് ഒരു കാര്യം മനസ്സിലാകുന്നില്ല, ഈ ട്രേഡ് ഡെഫിസിറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ ക്രൂഡ് ഇൻക്ലൂഡഡ് അല്ല. ഈ ക്രൂഡുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ് നമ്മൾ നടത്തുന്നുണ്ടല്ലോ, ഇത് ഈ ട്രേഡ് ഡെഫിസിറ്റിൽ ഉൾപ്പെടുന്നില്ല. ഡിഫൻസ് ഡീല് ഇതിൽ ഉൾപ്പെടുന്നില്ല. സർവീസ് കാറ്റഗറിയിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തെല്ലാം IT സർവീസുകൾ നമ്മൾ കൊടുക്കുന്നുണ്ടോ അതും നമുക്ക് ഈ ഒരു ഡെഫിസിറ്റിൽ ഉൾപ്പെടുന്നില്ല, ട്രേഡ് ഡെഫിസിറ്റിൽ. ഇതിനെല്ലാം പുറമെയാണ് ഓൺലി ചരക്ക് നീക്കം, അതായത് ഷിപ്പിൽ നമ്മൾ കൊണ്ടുപോയി അമേരിക്കയിൽ ഇറക്കി ആ ഒരു കസ്റ്റംസ് പോർട്ടിൽ റിപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു ഡെഫിസിറ്റ് എന്നുള്ള പേരിൽ ഇന്ത്യയെ ഇട്ട് ഇങ്ങനെ വരിഞ്ഞു മുറുക്കാൻ അമേരിക്ക ശ്രമിക്കുന്നത്. നമുക്ക് ഈ ഒരു താരിഫുമായിട്ട് ബന്ധപ്പെട്ട നെഗോസിയേഷൻസിന് വേണ്ടിയിട്ട് 6ാം ഘട്ട ചർച്ചയ്ക്ക് ഇന്ത്യക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ക്ഷണം ലഭിച്ച ഉടനെ തന്നെ ഇന്ത്യ നടത്തിയത് വേറൊന്നുമല്ല. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ആണ് ഏറ്റവും കൂടുതൽ അമേരിക്കൻ ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഏതാണ്ട് 2 മില്യൺ ബാരൽ അമേരിക്കയിൽ നിന്ന് മേടിച്ചുകൊണ്ടിരുന്ന ക്രൂഡ് നിർത്തലാക്കി. ഇത് ഷോക്കിംഗ് ട്രീറ്റ്മെന്റ് ആണ്. ഇത് ശരിക്കും ഷോക്ക് ട്രീറ്റ്മെന്റ് ആണ് അമേരിക്ക കൊടുത്തത്. കാരണം ഈ ട്രേഡ് ഡെഫിസിറ്റ് ആണല്ലോ അമേരിക്കയുടെ പ്രശ്നം. ഈ ട്രേഡ് ഡെഫിസിറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ ക്രൂഡ് ഓയിൽ പർച്ചേസിന്റെ ആ ഒരു എമൗണ്ട് ഉൾപ്പെടുത്തുന്നില്ല. അപ്പൊ ഈ ക്രൂഡ് ഓയിൽ പർച്ചേസിന്റെ എമൗണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കണക്ക് കൂട്ടി നോക്കി കഴിഞ്ഞാൽ 2 മില്യൺ ബാരൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം. 2 മില്യൺ ബാരൽ ക്രൂഡ് എന്ന് പറഞ്ഞാൽ 20 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ. ഇപ്പൊ 20 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിലിന് ഒരു ബാരലിന് $60 മുതൽ $65 ആണ് അതിന്റെ പ്രൈസ്. മിനിമം 60 ഇട്ട് കൂട്ടിയാൽ തന്നെയും $1.2 മില്യൺ വരും ഒരു ദിവസത്തെ എക്സ്പെൻസസ്. ഒരു ദിവസം നമ്മൾ 1.2 മില്യൺ ചെലവാക്കിക്കൊണ്ടാണ് 20 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ നമ്മൾ അമേരിക്കയിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത്. ഈ 1.2 ബില്യൺ എന്നുള്ളത് നിങ്ങൾ ഒരു 30 ദിവസത്തേക്ക് കണക്ക് കൂട്ടി നോക്കൂ, എത്രയാണ് ആ ഒരു എമൗണ്ട്? ഏതാണ്ട് 39 മില്യൺ വരും. ഇപ്പൊ 30 ദിവസത്തെ കണക്കാണ് ഞാൻ പറഞ്ഞത്. ഇത് തന്നെ നിങ്ങൾ ഒരു വർഷത്തേക്ക് കണക്ക് കൂട്ടും, 474 മില്യൺ വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 47.3 മില്യൺ ആ റേഞ്ചിൽ വന്ന് നിൽക്കും. ട്രേഡ് ഡെഫിസിറ്റിൽ ഈ ഒരു വിഷയം കണക്കിലെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇന്ത്യ അമേരിക്കയ്ക്ക് കൊടുക്കുന്ന പലതരത്തിലുള്ള സർവീസുകൾക്കുള്ള പേയ്മെന്റ്സ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇതിനെ ഒരു പ്രഷർ പോളിസി ആയിട്ട് എടുത്തുകൊണ്ട് അമേരിക്ക ഒരു പ്രഷർ പോളിസി അപ്ലൈ ചെയ്യുന്നെങ്കിൽ അതിന് മുകളിൽ ഒരു ടോപ്പ് പ്രയോറിറ്റിയിൽ ഒരു പ്രഷർ പോളിസി അപ്ലൈ ചെയ്തുകൊണ്ടാണ് ഇന്ത്യ നെഗോസിയേഷൻ ടേബിളിൽ പോയിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ അവർക്ക് നല്ല നെക്ക് പെയിൻ ഉണ്ട്. ആർക്ക്? അമേരിക്കയിൽ നെഗോസിയേഷൻ ചെയ്യുന്ന ടീമിന് നല്ല നെക്ക് പെയിൻ ഉണ്ട്. കാരണം എന്താണ്? ഇന്ത്യ ഒരു സൈഡിൽ ഡിഫൻസ് കരാറുകളെല്ലാം തന്നെ പോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്ത്യക്ക് ഒരു പ്രശ്നവും ഇല്ല എന്ന് തന്നെ സ്റ്റേറ്റ്മെന്റ് പുറത്തു വിട്ടുകൊണ്ട് തന്നെയാണ് ഈ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുന്നത്. ഒരു സൈഡിൽ അമേരിക്ക ഡിഫൻസ് പ്രോഡക്റ്റുകൾ ഇന്ത്യക്കുള്ളിൽ പുഷ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു, മറ്റൊരു സൈഡിൽ എണ്ണ നിർബന്ധമായും അമേരിക്കയുടെ പക്കൽ നിന്ന് മേടിക്കണം എന്ന് പറയുന്നു. ഇനിയൊരു സൈഡിൽ അഗ്രികൾച്ചർ മേഖലയിലേക്ക് അമേരിക്കൻ പ്രോഡക്റ്റുകളെ ഓപ്പൺ ചെയ്ത് വിടണം എന്നും കൂടി ആവശ്യപ്പെടുന്നു. ഇപ്പൊ ഏറ്റവും കൂടുതൽ ആവശ്യം ആർക്കാണുള്ളത്? അമേരിക്കയ്ക്ക്. ഇതാണ് നെഗോസിയേഷന്റെ ശൈലി. ഇങ്ങനെയാണ് നെഗോഷിയേറ്റ് ചെയ്യേണ്ടത്.
നമ്മൾ എത്രത്തോളം നെഗോസിയേഷൻ പോയിന്റ് നമ്മൾ ആഡ് ഓൺ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടോ അത്രമാത്രം നമുക്ക് നെഗോസിയേഷൻ ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ അവര് നമ്മളുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് പല കാര്യങ്ങൾക്കും വിട്ടുവീഴ്ച ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മളും അവരെ കോമ്പൻസേറ്റ് ചെയ്യണം. ഓരോ പ്രഷർ പോയിന്റ് നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട്. എണ്ണയുമായിട്ട് ബന്ധപ്പെട്ട പ്രഷർ ഇട്ട് വെച്ചിട്ടുണ്ട്, ഡിഫൻസ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട പ്രഷർ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ അതിന്റെ എമൗണ്ടും കാര്യങ്ങളും എക്സ്പെൻസസും അനുസരിച്ച് നമ്മൾ അതുമായിട്ട് താരതമ്യേന അമേരിക്കയുടെ റിക്വസ്റ്റും നമ്മളുടെ നിലപാടും തമ്മിൽ ഈക്വലൈസ് ചെയ്ത് ഓരോ വിഷയങ്ങളായിട്ട് നമ്മൾ നെഗ്ലക്ട് ചെയ്ത് കൊണ്ടുവരും. അങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുവരുമ്പോഴത്തേക്കും ഈ അഗ്രികൾച്ചർ മേഖല എത്തുമ്പോഴത്തേക്കും നമ്മൾ ഒരു റീച്ചിങ് പോയിന്റിൽ എത്തിയിട്ടുണ്ടാവും. അപ്പം അതിലുപരിയായിട്ട് വീണ്ടും അഗ്രികൾച്ചറിന് വേണ്ടിയുള്ള പ്രഷർ വരുന്നെങ്കിലാണ് അവിടെ നമുക്ക് വേറെ അപ്ലൈ ചെയ്യാനുള്ള പ്രഷർ ടൂൾ നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെടും. അങ്ങനെ പരാജയപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓൾറെഡി തന്നെ അഡ്വാൻസ് ആയിട്ട് ഇതേപോലെ പല പ്രഷർ പോളിസി അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ നെഗോസിയേഷൻ ടേബിളിൽ എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഈ രീതിയിലുള്ള ഒരു വിള്ളൽ വീണിരിക്കുന്ന സാഹചര്യത്തിൽ ഹൈ പ്രഷർ പോളിസി മൗണ്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ നെഗോസിയേഷന് പോയിരിക്കുന്നത്. ഇന്ത്യക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ആ ടേബിളിൽ പോയിരുന്നു കഴിഞ്ഞാൽ പല തരത്തിലുള്ള പ്രഷർ വരാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ വെച്ചിട്ട് ഈ 2 മില്യൺ ബാരൽ അമേരിക്കയിൽ നിന്നും വാങ്ങിക്കുന്ന ക്രൂഡ് ഓയിൽ കട്ട് ഓഫ് ചെയ്തിട്ട് ഇന്ത്യ നെഗോസിയേഷന് പോയിരിക്കുന്നത്. ഇനിയിപ്പോ അമേരിക്ക ആ എണ്ണയിൽ നിന്ന് തന്നെ തുടങ്ങണം. കാരണം അവർക്ക് ഓൾറെഡി തന്നെ യൂറോപ്പിനെ ഫുൾഫിൽ ചെയ്യാനുള്ള എണ്ണ അവരുടെ കയ്യിലില്ല. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പം എണ്ണ കൂടുതൽ കണ്ടെത്താൻ വേണ്ടിയിട്ട് വെനിസുലയുടെ മുന്നിൽ പോയി നിൽക്കുന്നത്. ആ സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ നെഗോസിയേഷൻ പുരോഗമിക്കുന്നത്. ഇനിയിപ്പോ നമ്മൾ അടുത്ത വിഷയങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ മസൂദ് അസറിന്റെ ഫാമിലി. മസൂദ് അസർ എന്ന് പറഞ്ഞ വ്യക്തി അറിയാമല്ലോ, കൊടും ഭീകരൻ. ഇന്ത്യയുടെ തീവ്രവാദ ലിസ്റ്റിൽപ്പെട്ട ആളാണ് മസൂദ് അസർ. പുള്ളി പാകിസ്ഥാനിലാണ് താമസം. ഈ ജയ്ഷ് എന്ന് പറഞ്ഞ സംഘടനയുടെ തലവനാണ് ഈ മസൂദ് അസർ. ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ അറ്റാക്കില് മസൂദ് അസർ എന്ന് പറഞ്ഞ ഈ തീവ്രവാദിയുടെ കുടുംബാംഗങ്ങൾ മൊത്തത്തില് കൊല്ലപ്പെട്ടതായിട്ടുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ഇത് ജയ്ഷ് എന്ന് പറഞ്ഞ ആ സംഘടനയുടെ ടോപ്പ് ലെവലിലുള്ള തീവ്രവാദി തന്നെ അംഗീകരിച്ച് ഈ ഒരു പ്രസ്താവന പുറത്തുവിട്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ മോഡേണൈസേഷൻ എൻഹാൻസ്മെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നമ്മൾ തെർമൽ ഇമേജിംഗ് സൈറ്റ് ആ ഒരു വിഷനുള്ള ക്യാമറ ഉൾപ്പെടെയുള്ള സെറ്റ് നമ്മൾ 60,000 യൂണിറ്റ് ഓർഡർ ചെയ്തിരിക്കുകയാണ്. 60,000 യൂണിറ്റ്. ഇത് ഇന്ത്യൻ ആർമിക്ക് ശരിക്കും ഈ ഒരു മോഡേൺ വാർഫെയർ ടെക്നോളജിയിൽ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഗതിയാണെന്നാണ് പറയുന്നത്. ഇതിനെ TI സൈറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. തെർമൽ ഇമേജിംഗ് സൈറ്റ്സ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്, TI സൈറ്റ്സ്. ഇതിന് ഈ ഒരു എക്യൂപ്മെന്റിന്റെ 2 ലക്ഷം ഡേ ക്യാപ്ചർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. 2 ലക്ഷം ഡേ ക്യാപ്ചർ ചെയ്യാനുള്ള കപ്പാസിറ്റി. അതുപോലെ തന്നെ ഒരു റെയിൽവേ റൂട്ട്, അതിപ്പോ പരീക്ഷണ അടിസ്ഥാനത്തിലാണ്. ആർമി ഫസ്റ്റ് ട്രെയിൻ റൺ ചെയ്തിരിക്കുകയാണ്. എവിടെയാണ് വെച്ചാൽ ഉത്തംപൂർ, ശ്രീനഗർ, ബാരാമുള്ള, അവിടെയാണ് ഈ ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ ആ ഒരു റൂട്ടിൽ, അതായത് ആർമിയുടെ നിയന്ത്രണത്തിൽ ഈ ഒരു ഫസ്റ്റ് ഫ്ലൈറ്റ് ട്രെയിൻ പരീക്ഷണം നടത്തിയിരിക്കുകയാണ് വിജയകരമായിട്ട് തന്നെ. ഇതൊരു പരീക്ഷണമല്ല, ശരിക്കും ഒരു ആക്ച്വൽ ട്രിപ്പ് തന്നെയാണ്. ഉത്തംപൂർ, ശ്രീനഗർ, ബാരാമുള്ള റൂട്ടിൽ ഇതൊരു പുതിയ റെയിൽവേ ആണ്. മൗണ്ടൻസിന്റെ പല രീതിയിലുള്ള കേവും കാര്യങ്ങളൊക്കെ നിർമ്മിച്ചുകൊണ്ട് വളരെ സാഹസികമായിട്ട് നിർമ്മിച്ചെടുത്തിരിക്കുന്ന ഒരു റെയിൽവേ ട്രാക്കാണിത്. ഇത് തീർച്ചയായിട്ടും കശ്മീരിനെ മഞ്ഞുകാലങ്ങളിൽ മെയിൻലാൻഡുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം ഉപകാരപ്രദമാകുന്ന റൂട്ടാണ് ഇപ്പം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. മാർക്കോ റൂബിയോയും ട്രംപും നടത്തിയ ചെറിയൊരു മീറ്റിംഗിൽ പുതിയൊരു പ്ലാൻ, ഈ പുതിയ പ്ലാൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇനി എത്ര പേരുടെ വിസ റിവോക്ക് ചെയ്യണം, ഏത് കാറ്റഗറിയിൽപ്പെട്ട. അപ്പൊ അങ്ങനെ പറയുമ്പോഴത്തേക്കും റൂബിയോ പറഞ്ഞിരിക്കുന്നത് ഈ ചാർലി ക്രിക്കിന്റെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട് ആഘോഷം നടത്തിയ കുറച്ച് ആൾക്കാരുണ്ട്. അതായത് ഈ പാലസ്തീനിയൻ സപ്പോർട്ടർ ആയിട്ടുള്ള ആൾക്കാർ, അതേപോലെ തന്നെ LGBTQ കമ്മ്യൂണിറ്റി, ഈ ചാർലി ക്രിക്ക് ആശയം കൊണ്ട് എതിർത്തിരുന്ന കുറെ ടീമുകളുണ്ട്. ഇവരൊക്കെ ചാർലി ക്രിക്ക് വെടിയേറ്റ് മരണപ്പെട്ട ആ സമയത്ത് ഭയങ്കര ആഘോഷമായിരുന്നു. അതിനെ ചൊല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ക്ലാഷ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ ചാർലി ക്രിക്കിന്റെ മരണത്തിൽ ആഘോഷം നടത്തിയ ആൾക്കാരെ കണ്ടെത്തി അവരുടെ വിസ എല്ലാം ഇപ്പോൾ റിവോക്ക് ചെയ്യും. എന്നിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഡീപ്പോർട്ടേഷൻ ഫ്ലൈറ്റ് റെഡിയാക്കുന്നതായിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് മാർക്കോ റൂബിയോ പറഞ്ഞു വെച്ചത്. ഇതാണ് ട്രംപും മാർക്കോ റൂബിയോയും ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് തീരുമാനമെടുത്ത ഒരു വിഷയം. ബോഫോസ് 2.0, അതായത് ഈ ബോഫോസ് എന്ന് പറഞ്ഞ ഈ തോക്ക് കാർഗിൽ യുദ്ധത്തിന്റെ സമയത്ത് നമ്മൾ ഒരുപാട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ അപ്ഗ്രേഡഡ് മോഡേണൈസ്ഡ് വേർഷൻ ഇപ്പം ഇന്ത്യൻ ആർമിക്ക് കൈമാറിയിരിക്കുകയാണ്. അതിന്റെ എഞ്ചിനൊക്കെ മാറ്റിയിട്ടുണ്ട്. പുതിയ മോഡേൺ എഞ്ചിൻ പവർ ആണ് ഇപ്പോൾ അതിന് കൊടുത്തിരിക്കുന്നത്. ബോഫോസ് 2.0 പൂർവാധികം ശക്തിയോടുകൂടി ഇന്ത്യൻ ആർമിയിലേക്ക് തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ്. കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. മെയിൻ ആയിട്ട് ഈ വീഡിയോയിൽ നമ്മൾ പങ്കുവച്ചത് ഇന്ത്യയുടെ അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്ന താരിഫ് നെഗോസിയേഷനെ കുറിച്ചാണ്. അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.